അരമണിക്കൂർ കൊണ്ട് ഒരു ഹെൽത്തി ചിക്കൻ റാപ്പ് ഉണ്ടാക്കിയാലോ? വരൂ. ജ്യൂസി ആയിട്ടുള്ള ചിക്കനും എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി സാധനം. ഹെൽത്തി അല്ലേ? ഹെൽത്തി. ഹായ്, എല്ലാവരുടെയും വിശേഷം എന്തൊക്കെയാണ്? ഞങ്ങളുടെ വിശേഷം എന്താ അറിയോ? നമ്മൾ ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്താൽ ആ പ്ലാന് പോലെ നടക്കണം, എപ്പോഴും അത് നടക്കണം എന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കുറേ കാലമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഒരു ഫാമിലി ഔട്ടിങ്, ഒരു ലോങ് ഡ്രൈവ് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി. ഡേറ്റൊക്കെ പണ്ടേ ഫിക്സ് ചെയ്തതാണ്. എന്നിട്ട് രാവിലെ റെഡിയായി, നേരത്തെ തന്നെ എണീറ്റ് എല്ലാവരും റെഡി ആയിരിക്കുമ്പം ഒരാളിവിടെ കാല് ഞൊണ്ടി നടക്കാൻ തുടങ്ങി. ഒരാവശ്യവും ഇല്ലാണ്ട് ഇന്നലെ മനുവിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോയി. അവിടെ എന്തോ സ്റ്റൈലാക്കിയതാണ്, അങ്ങനെ ആംഗിൾ ട്വിസ്റ്റായി. ഇതാ കണ്ടില്ലേ? സ്റ്റൈലാക്കാൻ പോയതൊന്നുമല്ല, ഈ വർഷത്തെ പുതിയ ക്രിക്കറ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെയാണ് ഈ പുതിയ നെറ്റ്സൊക്കെ. നമുക്ക് ഭയങ്കര ആഗ്രഹമല്ലേ, നമുക്കൊന്നും പണ്ട് അങ്ങനത്തെ നെറ്റ്സിലൊന്നും കളിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ ഉദ്ഘാടനത്തിനനുബന്ധിച്ച് 2 ബോളൊക്കെ ചെയ്തതാണ്. സ്റ്റൈലായിട്ട് പോയി 2 ബോൾ ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ വിചാരം പണ്ടത്തെ ബോളിംഗ് ആണെന്നല്ലേ, പോയി ലാൻഡ് ചെയ്തത് ശരിയായില്ല. അതുകൊണ്ട് കാല് ചെറുതായിട്ടൊരു സ്ട്രെയിൻ ആയിട്ടുണ്ട്. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ ഇരുന്ന് നല്ലോണം വിശക്കുണ്ട്. ഇത് ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അത് ഇതിനകത്തിട്ടു ചിക്കനകത്ത്. പിന്നെ ഷവർമ മസാല, അതിന് പകരം ചിക്കൻ മസാലയോ എന്തെങ്കിലും ഒരു മസാല ഉണ്ടെങ്കിൽ അത് മതി, ഒരു കളർ കിട്ടണം. അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കുറച്ച് ഹെർബ്സും പെപ്പറും മാത്രം ഇട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ്. ഉപ്പിടാൻ മറക്കരുത്. വേണമെങ്കിൽ തൈര് വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടി ഇട്ടോളൂ കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യാം, നല്ലോണം കുഴയ്ക്കുക. കുറച്ച് നേരം വെക്കാൻ പറ്റുക വെച്ചാൽ നല്ലതാണേ. കണ്ടിട്ട് കളർ ഇല്ലാത്തതുകൊണ്ടേ കുറച്ച് മുളക് പൊടിയും കൂടി ഇടാനുള്ള പ്ലാനാണ്. എണ്ണ വളരെ കുറച്ച് മതി. എല്ലാം കൂടി അങ്ങോട്ട് ഇടാൻ പോവാണ്. അതി ഇളക്കാനും നിൽക്കണ്ട, കുറച്ച് നേരം ഇരുന്നൊന്ന് ഫ്രൈ ആവട്ടെ, എന്നിട്ട് നമുക്ക് മറിച്ചിടാം കേട്ടോ. അതെ, ഒന്ന് പച്ചക്കറി അരിഞ്ഞു തരുമോ ഈ സമയം കൊണ്ട്? മുറിക്കണേനും സ്റ്റൈലുണ്ടല്ലേ? എന്ത് ഏട്ടന്? എല്ലാത്തിനും സ്റ്റൈലുണ്ടോ? നല്ലോണം ഇട്ടോളൂ, പച്ചക്കറി നല്ലോണം ഇട്ടോളൂ. ഇങ്ങനെ വലിയ വലിയ കഷ്ണമല്ല. എനിക്കറിയാതെ എന്താ ഇങ്ങനെ പറഞ്ഞു തരാൻ പാടില്ല? പറഞ്ഞു തരുമ്പോ എന്തിനാ ഇറിറ്റേഷൻ ആവണത്? എനിക്കറിയാലോ എല്ലാം. അല്ല, അറിയാഞ്ഞുണ്ടാലോ ഒരാൾ പറഞ്ഞു തരുമ്പോ എന്തിനാ ദേഷ്യം വരണേ? ഇങ്ങനെ മതിയോ അതോ പിന്നെ ക്യൂബ് ആയിട്ട് വേണോ? ആ, അങ്ങനെ വഴിക്ക് വന്ന് ചോദിക്കൂ. ക്യൂബ് അല്ല, ഇങ്ങനെ നീളത്തിൽ മതി. കുറച്ച് കളർ ആയിക്കോട്ടെ അല്ലേ, റെഡ് ആയിക്കോട്ടെ. കുറച്ച് ലെറ്റ്യൂസ് അല്ലേ? ലെറ്റ്യൂസ് ഏതായാലും വെറുതെ വെക്കല്ലോ ലാസ്റ്റ്. അത്രേ ഉള്ളൂ. കട്ട് ചെയ്യണേ. അതെ, ഈയിടെയായിട്ട് കുറച്ച് എനിക്ക് പാത്രമൊക്കെ കഴുകി തന്നിരുന്നതാണ്. ഈ കാലുവേദന കൂടി പറഞ്ഞിട്ട് ഇപ്പോൾ പാത്രം കഴുകണ ചുമതല ഇന്നത്തേക്ക് ഡിസ്മിസ് ആക്കിയിരിക്കുകയാണ്. നാളത്തേക്ക് കാലൊന്ന് ശരിയാവണേന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒറ്റക്കാലം എന്നിട്ടാണ് കഴുകും. ഷോ, അയ്യോ, നമ്മൾ പൊതുവേ ഇവിടെ എണ്ണ കുറവാല്ലേ, നമ്മൾ അധികം എണ്ണ യൂസ് ചെയ്യാറില്ല. അല്ലെങ്കിലും ഞാൻ തിരിച്ചിടാണേ. ദോശ അവിടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, കുറച്ചൊന്ന് വിടർത്തി ഇടാം.
ഇത് വയറ്റുണ്ടെങ്കിലേ എൻ്റെ ബ്രദർ ചെറിയ ഉള്ളിയും കൂടെ എടുത്തോ, നമുക്ക് അതും കൂടെ മിക്സ് ചെയ്യാം. ചെറിയ ഹാഫ് കഷ്ണം റെഡി ആയി വെച്ചിരിക്കുകയാണ് ഉള്ളിയൊക്കെ. കൊണ്ട് കഴിക്കാൻ തരാം. അല്ല, ഒരു ചെറിയ റാപ്പ് കഴിക്കാം. നന്ദി, ചിക്കൻ സാലഡ് പോലത്തെ കഴിക്കും. ഇതാണ് നമ്മുടെ മക്കളാണ് വീഡിയോ പിന്നെ ഭക്ഷണം കഴിക്കില്ല എന്നാണ് പറയുന്നത്. പറയൂ, നിങ്ങൾ പറയൂ, നിങ്ങളൊന്ന് ഉപദേശിക്കൂ ഈ കുട്ടിയെ. പിഴിഞ്ഞോളൂ. മതി മതി, നല്ല പുളി അധികമുണ്ടാ. അധികമൊന്നുമില്ല. അത് ഞാൻ അരിയട്ടെ, പ്ലേറ്റ് അങ്ങനെ ഇടല്ലേ. ഇത് എന്തായാലും ഗ്രില്ല് ചെയ്യാനുള്ള കുഴപ്പമില്ല. പക്ഷെ അക്കാന് കുനുകുനാന്ന് അരിയണത്. കൂന് കൂന് അങ്ങനെ ചിക്കൻ ആയിരിക്കുകയാണ്. വേറെ പാത്രം കഴുകാതിരിക്കാൻ വേണ്ടി അതേ പാത്രത്തിൽ തന്നെ അത് മാറ്റിയ ശേഷം അതേ പാത്രത്തിൽ തന്നെ വഴറ്റാനാണ് പരിപാടി. അതെ, ഞാൻ അങ്ങനെയാണ് പല കാര്യങ്ങളും ചെയ്യാം. പാത്രങ്ങൾ ഭയങ്കരമായിട്ട് സെയിം പാത്രത്തിൽ ഉപയോഗിക്കും. പക്ഷെ വെജും നോൺ വെജും ഒന്നും മിക്സ് ചെയ്യില്ല കേട്ടോ. സാമ്പാർ ഉണ്ടാക്കിയ പാത്രത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കും. ഓക്കെ, ഇതിപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട്. അടിപൊളി. നോക്കട്ടെ, ഒന്ന് കഴിച്ചു നോക്കട്ടെ. ലെറ്റസ് ഇടില്ല കേട്ടോ, ഉള്ളിയും പെപ്പറും. ഞാൻ കണ്ടുല്ലോ, ഞാൻ ഒട്ടു തുള്ളി എണ്ണ ഒഴിച്ചിട്ടില്ല. ഒഴിക്കാനുള്ള പ്ലാനും ഇല്ല. ജസ്റ്റ് ഒന്ന് ഇതാക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇനി ഉണ്ടാക്കാൻ തുടങ്ങല്ലേ ഏട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ സിൽവർ ഫോയിൽ എടുത്തുതരാം. ചേട്ടന് മതി ഇപ്പോൾ തൽക്കാലം. റാപ്പ് ഉണ്ടാക്കിയ ശേഷം പാനിൽ വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്താൽ മതി. നമ്മൾ ഈ ഗ്രില്ലർ സാധാരണ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ ഇതാണ് ഇപ്പോൾ സാധാരണ റാപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്യാറില്ല. അത് ഇതൊന്ന് ചൂടാക്കണം. ഏത് ടെമ്പറേച്ചറിലാണെന്നുള്ള അതവിടെ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതാണ് നമ്മുടെ അസംബ്ലി ലൈൻ. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ 2 ടോട്ടൽ റാപ്പുകൾ എടുക്കുകയാണ്. ഓക്കെ, അതിലേക്ക് ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ട് ഇനി കൈ എവിടെയെങ്കിലും തട്ടി ഓടിയുണ്ട് കേട്ടോ. കുറച്ച് എന്താണ് പെരി പെരി മേയോ അല്ല, എന്ത് വേണമെങ്കിൽ എടുക്കാലോ അല്ലേ. പിന്നെ എന്ത് വേണമെങ്കിലും. ഇതിലേക്ക് ചിക്കൻ. എൻ്റെ ഇത്തിരി ചിക്കൻ കുറച്ചോളൂ കേട്ടോ. എനിക്ക് വെജ് കൂടുതൽ മതിയേ. അത് ഈ റൈറ്റ് സൈഡിലത്തെ കുറച്ച് കൂടുതൽ. ഇതെന്താ പാർഷ്യാലിറ്റി? അതിനകത്ത് കൂടുതലാണ്, എൻ്റെ കുറവാ. പച്ചക്കറിയോ? ആ, എല്ലാം കുറവാ. ചിക്കൻ കൂട്ടണ്ട, കുറച്ച് മതി മതി മതി. കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നും ഇത് ഒരുപാട് സാധനങ്ങളില്ലേ ഇത് അടയാൻ പറ്റുമെന്ന്. പക്ഷെ കറക്റ്റ് ആയിരിക്കും. ഇത് നല്ല എരിവുള്ള മുളകാണ്. ഹാലപ്പിനോസ്. ഇനി നമുക്ക് കുറച്ച് ചീസ് ഇടാം. ചീസ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഗ്രില്ല് ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് മതി കേട്ടോ എനിക്ക്. എനിക്ക് വേണ്ട 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 വേണ്ട. ഇനിയാണ് നമ്മളുടെ മെയിൻ പരിപാടി. ഇത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ആകെ നമുക്കിതൊന്നും അടയ്ക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കിത് എങ്ങനെ അടയ്ക്കാം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ആൾക്കാർ US ബൊറീറ്റോസൊക്കെ റാപ്പിനാണ് ഭയങ്കര വലിയ ബൊറീറ്റോസൊക്കെ.
നല്ലോണം ചൂടായിട്ടുണ്ടല്ലോ, റെഡിയാണ്. ഇതിലേക്ക് വെക്കുന്നു, അടയ്ക്കുന്നു. ഇനി നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി മോനുണ്ടാക്കണ്ട. മോനാണെങ്കിൽ അവന് സ്വീറ്റ് ചില്ലി സോസാണ് ഇഷ്ടം. അവന് ഈ പെരി പെരി മയോക്കാട്ടിൽ. കുറച്ച് നല്ല ഇട്ടുള്ളൂ. മതി 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 മതി. പകുതി ഇട്ടാൽ മതി കേട്ടോ, ഫുള്ളിടല്ലേ. ആ അതിന്ന് വിളി വന്നൂലോ. ചൂടായി എന്ന് പറഞ്ഞു. ലെറ്റസ് ഇട്ടോളൂ അവന് ഇഷ്ടം. പിടിച്ചാൽ കിട്ടുന്നില്ല അല്ലേ കുറച്ച്? ശരിയാവും. സെറ്റ് സെറ്റ് സെറ്റ്. നമുക്ക് തുറന്നു നോക്കാം. ചൂടായിട്ട് ഇത് കിടക്കാം. എന്നിട്ട് അത് തിരിച്ചു വെക്കാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് നോക്കാൻ പോകണം. അല്ലേ, ജ്യൂസി ആയിട്ടുള്ള ചിക്കനും എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി സാധനം. ഹെൽത്തി അല്ലേ? ഹെൽത്തി. ചിക്കൻ നല്ല ജ്യൂസിയാണ്, വെജിറ്റബിൾസ് ആണെങ്കിൽ നല്ല ക്രഞ്ചിയുമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റാപ്പ്. മൊത്തത്തിൽ അരമണിക്കൂർ എടുത്തിട്ടില്ല കേട്ടോ ഇതുണ്ടാക്കാൻ. പകുതി കഴിച്ചപ്പോൾ തന്നെ വേറെ തുടങ്ങും. അത്രയ്ക്കും ഫില്ലിംഗ് ആണ്. ഈ ഗ്രില്ലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം ഇതുണ്ടെങ്കിൽ നല്ലതാണ്, കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും. പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ചൂടാക്കി വെച്ചാലും മതി. പക്ഷേ അടിപൊളി സാധനം. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള റാപ്പ് ഉണ്ടാക്കുക കഴിക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യും. പറയൂ നിങ്ങളെങ്ങനെയാണ്, വേറെ എന്തെങ്കിലും തട്ടിക്കൂട്ട് റാപ്പ് പരിപാടി ഉണ്ടെങ്കിൽ അതും പറയൂ കേട്ടോ, നമുക്ക് ട്രൈ ചെയ്യാമല്ലോ.